ഹായ് ഫ്രണ്ട്സ്, വിജയ രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ട ലാസ്റ്റ് വീഡിയോയ്ക്ക് എനിക്ക് തന്ന സപ്പോർട്ടിനും കരുതലിനും സ്നേഹത്തിനും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്. ലൈവുകളും ഷോർട്സുകളും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വായോ കൂട്ടുകാരെ. ഇതെന്താണെന്ന് അറിയാമോ? ഇത് ബട്ടർ ബീൻസാണ് കേട്ടോ. മൂന്നാറിൽ നിന്ന സമയത്താണ് ഞങ്ങൾ ഇതിൻ്റെ രുചി അറിഞ്ഞത് കേട്ടോ. ഇത് ഞാൻ പാമ്പ് കടിയേറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ പോത്തീസിൽ പോയപ്പോൾ വാങ്ങി വെച്ചതാണ് കേട്ടോ. എന്തായാലും 4 ദിവസം ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് വന്ന സമയത്ത് അതിൻ്റെ അവസ്ഥ ഇങ്ങനെയായി. പക്ഷേ എന്തായാലും തന്നെയോ അതിൻ്റെ തൊലിച്ചെടുത്ത സമയത്ത് അതിൻ്റെ പരിപ്പുണ്ടല്ലോ, അത് നല്ല പയർ നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മുടെ സൂര്യമോൾക്കൊരു ചായയും കേക്കൊക്കെ കൊടുത്തതിന് ശേഷം അവൾക്കങ്ങ് പതുക്കെ കൊണ്ട് വെച്ച് കൊടുത്തു. അവളിങ്ങനെ TV കണ്ട് അത് പൊളിച്ചെടുത്ത് കണ്ടോ, ഒരു ബോക്സിലാക്കി ഞാനത് കഴുകി പിന്നെ ഫ്രീസറിൽ വെച്ച് കേട്ടോ. കാരണം പിറ്റേ ദിവസം രാവിലെ തന്നെ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന ദിവസം വൈകുന്നേരമാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ലോണം കഴുകി ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങളത് കറി വയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. തണുപ്പൊക്കെ മാറിയതിന് ശേഷം ഞങ്ങൾ കറി വെച്ച് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാലും ഈ ബട്ടർ ബീൻസ് എന്ന് പറയുമ്പോൾ വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. അതായത് വെജിറ്റേറിയൻസിന് നമുക്ക് നോൺ വെജ് കഴിക്കുന്ന രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിനാവശ്യമായത് സവാള, തക്കാളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങ, പിന്നെ കുറച്ച് പൊടി ഐറ്റംസ് ഒക്കെ വേണം. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ബട്ടർ ബീൻസ് കുക്കറിൽ ആദ്യം വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ബട്ടർ ബീൻസും അതിനോടൊപ്പം തന്നെ ഞാൻ ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങും ബട്ടർ ബീൻസും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് അരിയുന്നുണ്ട്. ഞാൻ 2 രീതിയിലാണ് ഇന്ന് ഇത് വീഡിയോ എടുക്കാനായിട്ട് ക്യാമറ എടുത്തത് കേട്ടോ. മറ്റേ ഫോൺ വെച്ചിട്ട് ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ എടുത്തു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫോൺ വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ അരിയുന്നതും കട്ട് ചെയ്യുന്നതൊക്കെ എടുക്കാൻ പറ്റും. സാധാരണ ഞാൻ പറയുമല്ലോ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല എന്ന്. അപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് പേര് പറഞ്ഞു വേറൊരു ഫോൺ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാമല്ലോ. അപ്പോൾ അത് കാരണമാണ് കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളയുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നത്. ഞാനത് എന്താ പറയുക ലെങ്തൊന്നും കുറച്ചിട്ടില്ല. എനിക്ക് ഈ വെജിറ്റബിൾസ് അരിയുമ്പോഴേ കയ്യിൽ ഫിംഗർ ക്യാപ്പ് വേണം കേട്ടോ, അല്ലെങ്കിൽ പേടിയാണ് കേട്ടോ, കൈ മുറിയോ എന്നുള്ള രീതിയിൽ കേട്ടോ. എന്തായാലും ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 തക്കാളിയും ഒരു 3-4 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സവാള ഇങ്ങനെ സ്പീഡ് കൂട്ടിയിട്ട് കേട്ടോ, നിങ്ങൾക്ക് ഇതിൻ്റെ ബോറടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ സവാളയും തക്കാളിയും എല്ലാം അത് കട്ട് ചെയ്ത് ഈ സമയം കൊണ്ട് ഞാനുണ്ടോ ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് വേവിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടെന്ന് പറഞ്ഞു, പക്ഷേ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്യാദി കാര്യങ്ങളെല്ലാം അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തിരിക്കുന്നത് കുക്കറിലത് ബട്ടർ ബീൻസ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒരു റെഡിഷ് ആവുന്ന രീതിയിൽ നമുക്കിതിനെ പൊൻനിറമാകുന്ന രീതിയിൽ വറുത്തെടുക്കണം. അതിനോടൊപ്പം തന്നെ ഞാൻ കറിവേപ്പിലയും പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു ടേസ്റ്റാണ് കേട്ടോ ഈ പെരിഞ്ചീരകം കറിവേപ്പില ഇട്ട് വറുക്കുന്ന സമയത്ത്. അതിനുശേഷം ഞാൻ പൊടി ഐറ്റംസ് ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. ഗരം മസാല ചേർക്കണം, അത് അവസാനമാണ് ഞാൻ ചേർത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് അടിയിൽ പിടിക്കാതെ കരിയാതെ നമുക്കൊരു ഗോൾഡൻ കളറിൽ നല്ലോണം അതൊന്ന് വറുത്ത് സാവകാശം നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് എൻ്റെ എന്താണ് പിന്നെ കുക്കറിൽ അവിടെ വിസിലൊക്കെ വന്നിട്ടുണ്ട്. അതവിടെ ഓക്കെ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മൺചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോഴത്തേക്ക് കടുക് വറുക്കാനായിട്ട് ഞാൻ ഏലക്ക, പട്ട, ഗ്രാമ്പു അതുപോലെ തന്നെ പെരിഞ്ചീരകം, കടുക്, പിന്നെ കറിവേപ്പില എല്ലാം ഇട്ട് എന്താ പറയണ്ട താളിച്ചിട്ടുണ്ട്. താളിച്ചതിന് ശേഷം നമ്മൾ ആസ് യൂഷ്വൽ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മൺചട്ടിയിൽ വെക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ കറികളൊക്കെ മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, ഈ കിഴങ്ങ് കറികളും അതുപോലെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് ബട്ടർ ബീൻസ് കറി എന്നൊക്കെ എന്താ പറയുക മൺചട്ടിയിൽ വയ്ക്കാമെന്ന് കേട്ടോ. അങ്ങനെയാണ് ഞാൻ മൺചട്ടിയിൽ വയ്ക്കുന്നത്. കുറച്ച് വെന്ത് വരാൻ കുറച്ച് പാടായിരിക്കും, പക്ഷേ പിന്നെ വന്ന് കണ്ട് അങ്ങോട്ട് ഭയങ്കര തീയിൽ ചൂടിൽ അങ്ങ് ആയിക്കോളും കേട്ടോ. അങ്ങനെ ഞാൻ സവാള വീണ്ടും ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സവാള എല്ലാം വഴണ്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് മറക്കരുത്. ഞാൻ അവിടെ ബട്ടർ ബീൻസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വെന്തോടെ ഒരു സൈഡിൽ ഇരിപ്പുണ്ട്. തേങ്ങയും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയായിട്ട് വറുത്തോടെ മാറ്റി വെച്ച് പിന്നെ ഞാൻ മൺചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ കടുക് സാധനങ്ങൾ പെരിഞ്ചീരകം, ഗ്രാമ്പു, ഏലക്ക, പട്ട അതുപോലെ തന്നെ കടുക് എല്ലാം ഇട്ട് വറുത്ത് പിന്നെ നമ്മുടെ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം വഴറ്റി വെച്ചു. അപ്പോഴത്തേക്കും ഞാൻ ഇവിടെ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് നല്ലോണം വെന്ത് വരട്ടെ എന്ന് ഓർത്തിട്ട് കേട്ടോ. ആ
സമയം നല്ല വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ തണുപ്പൊക്കെ മറന്ന് ചൂടൊക്കെ മാറിയതിന് ശേഷം ഞാനിവിടെ ഉരുളക്കിഴങ്ങും ബട്ടർ ബീൻസും കൂടി അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ബട്ടർ ബീൻസ്. മൂന്നാറിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു രുചി അറിഞ്ഞത്. പിന്നെ ഞാനിത് എവിടെ കണ്ടാലും മേടിക്കും കേട്ടോ. അങ്ങനെ പോത്തീസിൽ പോയി ഇപ്രാവശ്യം കിട്ടിയതാണ് കേട്ടോ. കുറച്ചേ കിട്ടിയുള്ളൂ എനിക്ക്. അപ്പോഴത്തേക്ക് അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ ഈ ബട്ടർ ബീൻസ് എന്ന് പറയുന്നത്. എന്താ പറയുക, അതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ലെവലാണ്. അത് നിങ്ങൾ രുചിച്ചറിഞ്ഞാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു മുട്ടയാണ് എന്താണെന്ന് അറിയത്തില്ല, ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ നല്ല മഷി പോലെ നമ്മുടെ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്ത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. നല്ല അരപ്പ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത് എന്തായാലും തിളച്ചൊന്ന് കുറുകി വരട്ടെ. പിന്നെ എന്തായാലും നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇത് കാണുക മാത്രമല്ല, കണ്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ലാസ്റ്റിലാണ് കേട്ടോ ഞാൻ ഈ മസാലക്കറി ഇറച്ചിയായാലും എന്തായാലും ലാസ്റ്റിലാണ് കേട്ടോ ഈ എന്താ പറയേണ്ടത് മസാലപ്പൊടി ചേർത്തിരിക്കുന്നത്. ഈ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ വറുത്ത് പൊടിക്കുന്നതാണ് കേട്ടോ. ഞാൻ പുറത്തുള്ള ഗരം മസാല എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന മസാലയാണ് കേട്ടോ. ലാസ്റ്റിൽ ഞാൻ കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കുറുകി വരുന്ന സമയത്ത് പ്രത്യേകതരൊരു മണമാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ദോശയുടെ കൂടെ ഇഡ്ഡലിയോ പുട്ടോ എന്തിൻ്റെ കൂടെയും കഴിക്കാം. അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ. എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കണേ. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒത്തിരി പേര് എനിക്ക് വന്ന് കമൻസൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഷോർട്സിൽ ഒത്തിരി പേര് കമൻസൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാനിടുന്ന വീഡിയോസും കണ്ട് കമൻസ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ എന്തായാലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാൻ ആ പാമ്പ് കടിയേറ്റ് ഹോസ്പിറ്റലിൽ കടന്നപ്പോൾ എന്നെ വിളിച്ച് ചോദിക്കുകയും ആ വീഡിയോ എന്താ പറയണ്ടത് 1K വീഡിയോസ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല വ്യൂസ് വരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ ഞാനിന്ന് ചൂട് ദോശയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ചൂട് ദോശയിൽ കൂടെ എന്താ പറയണ്ട ബട്ടർ ബീൻസ് കറി, ഇത് നമ്മുടെ ഊർമുളയ്ക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ മാത്തന് എപ്പോഴും ഊർമുളയ്ക്ക് ഡെഡിക്കേറ്റ് അല്ലോ. അപ്പോൾ ഈ ബട്ടർ ബീൻസ് കറി നമ്മുടെ ഊർമുള ദേവി ദേശായിക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. ബട്ടർ ബീൻസ് എവിടെ കണ്ടാലും നിങ്ങൾ ഇതേ രീതിയിലൊന്ന് കുക്ക് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. അടുത്തൊരു വീഡിയോ വരാം. അതുവരെ നിങ്ങൾ നിന്ന് ഇവിടെ പറയുന്നു വിജി രമേശ് വ്ലോഗിലെ ബിജി. ഇഷ്ടം തരണം, കൂട്ടുകൂടാനും മറക്കല്ലേ. ബൈ.